വേഗം വാരുമെന്നാഥൻ ദേയം പുതുതാക്കിട വേഗം വാരുമെന്നാഥൻ ദേയം പുതുതാക്കിട ശാപക്കരകൾ മാറ്റി പാപത്താലെന്നിൽ വന്ന ശാപക്കരകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും വന്ദിച്ച ലോകത്തിയ കമ്പം തിരുവോളം വന്ദിച്ച വാക്കും
കൊണ്ടെനിക്കുതന്നേ. നീക്കമില്ലാതിനൊട്ടും വാക്കുണ്ടെനിക്കുതന്നേ. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ദുഃഖം ദാരിദ്ര്യമെന്നേ വയ്ക്കുണ്ടു ശക്തിയെന്നേ. ദുഃഖം ദാരിദ്ര്യമെന്നേ വയ്ക്കുണ്ടു ശക്തിയെന്നേ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. രോഗമെന്നെ പീഡിച്ചു ദേഹം ക്ഷയിച്ചാലും രോഗമെന്നെ പീഡിച്ചു ദേഹം ക്ഷയിച്ചാലും വേഗം വരുമെന്നാലും ദേഹം പുതുതാക്കിയിട. വേഗം വരുമെന്നാലും ദേഹം പുതുതാക്കിയിട. വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോളവും. വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോളവും. ബിന്ദുമായവൻ അൻപോടെന്നെ നടത്തും. ബിന്ദും ബിന്ദുമായവൻ അൻപോടെന്നെ നടത്തും. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ.
പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ പാപത്താലെന്നിൽ വന്ന ശാപകാരകൾ മാറ്റി പാപത്താലെന്നിൽ വന്ന ശാപകാരകൾ മാറ്റി ശോഭിത വസ്ത്രം ആഭരണമായി നൽകും ശോഭിത വസ്ത്രം ആഭരണമായി നൽകും യേശു എന്നടിസ്ഥാനം ആശയവനിലത്തെ യേശു എന്നടിസ്ഥാനം ആശയവനിലത്തെ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ ഭാരം വൈശല്യം തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സംഗീതം യേശുവോടറിയിക്കാം ഭാരം വൈശല്യം തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സംഗീതം യേശുവോടറിയിക്കാം മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ പോയി ചൊല്ലേശുവോടെല്ലാം ഉള്ളം ശ്വാസമില്ല മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ ചൊല്ലേശുവോടെല്ലാം ഉള്ളം കൈവീശൻ കാക്കും ശ്വാസമില്ല
ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. യേശു അപ്പാ എന്നെ നീ വിളക്കണമേ. സന്തോഷമേ സമാധാനമേ അഗ്നി നദിയേ ജീവനദിയേ എന്റെ ജീവൻ സ്രോതസ്സേ ഇറങ്ങി വാ ഇറങ്ങി വാ സഭയിലേ ഇറങ്ങി വാ. യേശു അപ്പാ യേശു അപ്പാ യേശുവേ യേശു അപ്പാ. എന്റെ കണ്ണുനീരെ കാണുന്ന എന്റെ ദൈവം, എന്റെ കരത്തിലെ ശബ്ദം കേൾക്കുന്ന എന്റെ ദൈവം, എന്റെ കണ്ണുനീരെ മറികടക്കാത്ത എന്റെ സ്നേഹമുള്ള എന്റെ ദൈവം, ഞാൻ അനാഥ എന്ന് പലരും പെരുന്നിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മകളെ മകനെ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറയുന്ന എന്റെ ദൈവം എന്റെ സഭയിൽ ഞാൻ നിന്നുകൊണ്ട് എന്റെ അപ്പയെ ഞാൻ ആരാധിക്കും. എനിക്ക് സമ്പത്തില്ലെങ്കിലും എനിക്ക് കഴിവില്ലെങ്കിലും ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക് ചെവി തുറന്ന് കേൾക്കുന്ന എനിക്കൊരു ദൈവം ഇരുപ്പുണ്ട്. അതാണ് എന്റെ മനസ്സിന്റെ ആശ്രയം, അതാണ് എന്റെ മനസ്സിന്റെ ബലം. എല്ലാ കണ്ണും മടന്നിരിക്കട്ടെ. അങ്ങനെ എനിക്കൊരു ചിന്ത ഉണ്ട്. പലപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടു പോയി, പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായി പോയി, പലപ്പോഴും ഞാൻ പെട്ടുപോയി, പലപ്പോഴും എനിക്ക് ആരുമില്ല. ഞാൻ ആശ്രയമില്ലാതെ അലയുന്ന ആശ്രയമില്ലാതെ അലയുന്ന ഒരു പറവയെ പോലെ ഞാൻ നമ്മുടെ ഇവിടെയായി പറന്നു നടക്കുന്ന കർത്താവേ, ഇന്നെനിക്ക് നീ ഉത്തരം നൽകണം. വേദപുസ്തകം പറയുന്നു, തീ കൊണ്ട് ഉത്തരം നൽകുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. എനിക്ക് ആ ദൈവത്തെ എനിക്ക് ആവശ്യമുണ്ട്, ആ ദൈവത്തെ എനിക്ക് ആവശ്യമുണ്ട്. അവനെ ഒരാളും പറഞ്ഞില്ല, അവനെ കൈവിടുകയില്ല. അവന്റെ ആശ്രയ പാതയാണ്, അവന്റെ കോട്ടയം ദുഃഖവുമാണ്, അഭയസ്ഥാനമാണ് അവൻ. അവനെ ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അവൻ മാത്രം എനിക്ക് നാട്ടെ, എന്റെ അപ്പായ മാത്രം എനിക്ക് മതി. എന്റെ പ്രായമെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു, എന്റെ പ്രായം പോകുന്നു. ഞാൻ ആകെപ്പാടെ പ്രയാസത്തില്ല. യെസ്,
നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ എന്നോട്. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ ഒരു ഉറവ് നിങ്ങൾ പൊട്ടി പുറപ്പെടാൻ പോകുക. സ്നേഹത്തിന്റെ ഉറവ്. പക്ഷേ പരിശുദ്ധാത്മാവുള്ളവർ പറയാൻ ഒന്നുണ്ട്. പരിശുദ്ധാത്മാവുള്ളവർ പറയാൻ ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല, അനാഥയായി വിടുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. എത്രയോ ധൈര്യപ്പെടും, എത്രയോ ധൈര്യപ്പെടും. എന്നെ കൈവിടാത്ത ഒരു ദൈവം എനിക്കുണ്ട്. പിതാവിനെ എന്ത് ചെയ്യും? ദുഷ്ടനെ എന്ത് ചെയ്യും? ഒരു ദുഷ്ടനും എന്നെ ഒരു ചുക്കും ചെയ്യുവാൻ പറ്റത്തില്ല. എനിക്ക് ശരീരം തന്നത് എന്റെ പരിശുദ്ധാത്മാവാ. എന്റെ അഭയങ്ങളിലെല്ലാം അവന്റെ രക്തം ഒഴുകുന്നത് കൊണ്ട് ആരോ എന്ന് പറയുന്നു. അവന്റെ രക്തം എന്റെ ശരീരം മുഴുവനും എന്റെ നരമ്പുകളിൽ ഒഴുകുന്നത് കൊണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അമ്മയുടെ ഉള്ള കയ്യിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ എന്റെ പൊന്നു ദൈവമക്കളെ, ഇവനെ സ്തുതിച്ചാൽ നിന്നെ തേടി വരുന്നു ചോദിക്കുന്ന കാര്യം. ഇവനെ സ്തുതിച്ചാൽ മതി, അവൻ നിന്നെ തേടി വരും. കണ്ണുനീരെ തുടയ്ക്കുന്ന ഈ ദൈവം, ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങും. നീ റെഡിയോ? Are you ready? അവന്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കും. അവന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അവനെ വാലിന്റെ തലയാക്കും. നഷ്ടപ്പെട്ടു പോയിട്ട് മടക്കി തരുവാൻ പ്രാപ്തിയുള്ളവൻ. എന്റെ ബലഹീനതയിൽ എനിക്ക് തുണ നിൽക്കുന്ന എന്റെ ദൈവം, എന്റെ കഷ്ടതയിൽ എന്റെ കയ്യെ പിടിച്ച് നടന്ന എന്റെ ദൈവം, എന്റെ നെരുക്കത്തിൽ എനിക്ക് വിശാലത വരുന്ന എന്റെ ദൈവം, എന്റെ കണ്ണീരെ തുടയ്ക്കുന്ന എന്റെ ദൈവം. ആരോ പറയുന്നു, നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി അവൻ വഴികൾ തുറക്കും, നിനക്ക് വേണ്ടി അവൻ വാതിൽ തുറക്കും. യെസ്, ആ ശക്തിക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ ഒരുങ്ങുകയാണ്.
എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടും. അവൻ എനിക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. കൂട്ടപ്പെട വേണ്ടുമേ ഉന്നതത്തിനാവേ ഉയർപ്പിക്കും എങ്കൾ നല്ല ദേവാ. ഗുണാവരിവസര റിവാവരിവസര രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. ഞാൻ പലപ്പോഴും രാത്രി യാമങ്ങളിൽ ഉണർന്നത് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ എന്റെ ചെവികളിലേക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചില സമയത്തിൽ ഇപ്പോഴായിരിക്കും എന്റെ കർത്താവ് മധ്യാകാശത്ത് വരുന്നത്. ചിലപ്പോൾ ഈ അതിരാവിലെ ആയിരിക്കും എന്റെ കർത്താവ് മധ്യാകാശത്ത് വരുന്നത്. കാരണം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെ പറയുന്നു, കള്ളൻ ഏത് സമയം വരുമെന്ന് അറിയത്തില്ലല്ലോ. കള്ളൻ അധികമായി വരുന്നത് രാത്രി സമയങ്ങളിലാണ് വരാൻ പോകുന്നത്. രാത്രി സമയങ്ങളിലെ കള്ളൻ കൂടുതൽ വരാറുള്ളത്. മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്തിൽ അവരെ വീട്ടിനകത്ത് വന്നവൻ കവർച്ച നടത്തുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് പോലെ ഞാൻ ഓർക്കുന്ന സമയം ഈ രാത്രിയായിരിക്കാം എന്റെ യേശു വരുന്നത്. അവൻ മധ്യാകാശത്ത് നിന്നുകൊണ്ട് എന്റെ പേർ വിളിക്കുന്ന സമയത്തിൽ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് വേദനകൾ വർദ്ധിക്കും. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ എനിക്ക് അവൻ ചെവി തുറക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി ചെവി തുറക്കുന്ന ദൈവം, എന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന എന്റെ ദൈവം, എന്റെ കരച്ചിൽ ശബ്ദം കേൾക്കുന്ന എന്റെ ദൈവം, എന്റെ കൈവിടാത്ത എന്റെ ദൈവം, എനിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന എന്റെ ദൈവം. ശക്തിയോടെ വായ തുറന്ന് നേരം കാണും പേരും നേരം കാണും അഭിഷേകത്തെ സ്വീകരിക്കണമേ. ജീവിക്കുന്നവരെ ഈ ഭൂമിയിൽ ദൈവമക്കളെ ചില സമയങ്ങളിൽ നിന്റെ മക്കൾ നിന്നെ കൈവിടാം. ചില സമയങ്ങളിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ കൈവിടാം. ചില സമയങ്ങളിൽ നിന്റെ സഹോദരങ്ങൾ നിന്നെ കൈവിടാം. എന്നാൽ എന്റെ അപ്പ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ നിന്നെ കൈവിടാമെന്ന്. അവർ എന്നോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ അനാഥയെ വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ വലതു പോകത്തുണ്ട്. ജീവനുള്ള വചനം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ ആരാധിക്കുന്നത്. നിനക്ക് തലചായ്ക്കുവാൻ ഒരു തോളിരിപ്പുണ്ട്. അത് പ്രിയന്റെ തോളായിരിക്കും. പക്ഷേ അവൻ സ്വന്തം തോൾ തലചായ്ക്ക് മനസ്സെങ്കിൽ നിന്റെ വേദന നല്ലതുപോലെ അവൻ അറിയും.
ആരോ ഏറ്റെടുക്കുന്നു, അവരുടെ മേൽ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ മേൽ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അവരുടെ മേൽ വെളിപ്പാട് അഭിഷേകം വ്യാപരിക്കുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, ചിലപ്പോൾ നീ അനാഥയെന്ന് നീ നിന്റെ അകത്ത് പറയുന്നവരായിരിക്കാം, ചിലപ്പോൾ നീ നിന്റെ അകത്ത് പറയുമായിരിക്കും, എനിക്ക് ആരുമില്ലെന്ന് പറയുന്നവരായിരിക്കാം. നിന്റെ അകത്ത് ഉലാവിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ കാണുവാൻ എന്റെ അപ്പ മാത്രം മതി എന്ന് പറയുമെങ്കിൽ, എനിക്ക് എന്റെ അപ്പ മാത്രം മതി എന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നിനക്ക് മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ആരെങ്കിലും ദാഹിക്കുന്നവരെ ഓടി ചുറ്റി വരാം. അല്പസമയം ഒരു സമാധാനത്തെ പ്രഭു ഇറങ്ങി വരുന്നുണ്ട്. യേശു പറയുന്നു, ഞാൻ തരുന്ന സമാധാനം ലോകം തന്നെ സമാധാനമല്ല, ഇത് ഞാൻ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സമാധാനം, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകത്തിൽ ഇമ്പങ്ങൾ പലതുണ്ട്, എന്നാൽ ഞാൻ കൊടുക്കുന്ന ഇമ്പം അത് സുഖകരമായ ഇമ്പം, അത് നിന്നെ വിട്ട് ഒരിക്കലും മാറിപ്പോകുകയില്ല. അത് പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം, ആ സാന്നിധ്യം. കൈകളെ ഉയർത്തിക്കൊണ്ട് നിന്റെ വീട്ടിൽ ഇറങ്ങി വരുന്ന ദൈവം. ആരെ വീട്ടിൽ? നിന്റെ വീട്ടിൽ ഇറങ്ങി വരുന്ന ദൈവം. ഹോളി സ്പിരിറ്റിന്റെ തങ്കച്ചിറകുകൾ ഇപ്പോ നിന്റെ മേൽ പരിവർത്തിക്കാൻ പോകുക. Welcome the Holy Spirit right now. തങ്കച്ചിറക് എന്റെ ആപത്തിൽ എന്നെ മൂടി മറച്ച എന്റെ ഓമന
പിതാവിന്റെ ഓമന പുത്രന്റെ തങ്കച്ചിറകെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള എന്റെ മഹാദൈവമേ, എന്റെ ശത്രുക്കളുടെ കണ്ണുകൾ എന്റെ മേൽ പതിയാതെ വണ്ണം എന്നെ താങ്ങി പിടിച്ച എന്റെ ദൈവമേ, ആരോഗ്യത്തിൽ എന്റെ സാമ്പത്തിക പരാജയത്തിൽ നാലുപേരെ മുൻപിൽ നിൽക്കാൻ പറ്റാതെ തല കുനിഞ്ഞു നിൽക്കുന്ന ഈ സമയത്തിൽ എന്റെ തല ഉയർത്തുന്ന എന്റെ ദൈവമേ, വചനം പറയുന്നു, ഞാൻ തലയെ ഉയർത്ത്. ആര് ഏറ്റെടുക്കുന്നു? എന്റെ തലയെ ഉയർത്ത് എന്റെ ദൈവം. ഒരു പരിശുദ്ധാത്മാവിന്റെ തീ പുനരെ എടുത്തെറിയാൻ നോക്കിയ അടയാളമാണ്. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ലോകത്തിൽ സൃഷ്ടിയും ദൈവത്തിൽ സൃഷ്ടിച്ച ഇന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൽ സൃഷ്ടിച്ച ദൈവത്തിൽ സൃഷ്ടിച്ച ഇന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ദൈവത്തിന് കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രകളിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. സീയോൻ യാത്രകളിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. എന്റെ മക്കൾ ജയം 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 ഇറങ്ങി വാ എന്റെ ഇറങ്ങി വാ
ദൈവം യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാൽ അബ്രഹാമിന്റെ യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാൽ സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും പേടിയും സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും പേടിയും നിന്റെ തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്ന ബോധികൾ, നിന്റെ നന്മയെ മുടക്കിയ ചില ബോധികൾ, നിന്റെ ഭാവിയെ തകർത്ത ചില ബോധികൾ, നിന്റെ മക്കളെ നിന്നോട് അടുപ്പിക്കാൻ വിടാതെ തെള്ളി കൊണ്ടുപോകുന്ന അന്യ ആരാധന ശക്തികൾ, ഇന്ന് പകൽ 4 പേരുടെ കെട്ടിടം പൊളിക്കുന്ന ദൈവ വ്യാപാര ശക്തി ഇത് ഇറങ്ങി വരിക. അഭിഷേകമുള്ളവരുടെ മേൽ വ്യാപരിക്കുന്ന തീ അഭിഷേകം. എന്റെ ദൈവത്താൽ ഞാൻ മതം ചാടിക്കിടക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതം ചാടിക്കിടക്കും എന്ന് പറയുന്ന ഭക്തന്റെ വചനത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങി വരികയാ. എനിക്ക് നിന്നോട് പറയുവാനുള്ളത് നിന്റെ വീട്ടിൽ യേശു അധിപത്താണ്. അപ്പൊ ചിലർ പറയുന്നത് എനിക്ക് വീടൊന്നുമില്ല, വീടില്ലാത്തൊരു വീട് അവർ ഉണ്ടാക്കി തരുമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കി തരുന്ന എന്റെ ദൈവം, ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കി തരുന്ന ദൈവത്തെയാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത ഒന്നിനെ പിശാച് പറയും, നിന്നെ ഞാൻ യേശുവോട് ചെയ്യുവാൻ വിടുകയില്ല. പിശാച് എന്താ പറയുന്നത്? നീ യേശുവോട് ചേരുവാൻ വിടത്തില്ല, മാനസാന്തരപ്പെടുവാൻ വിടത്തില്ല, സ്നാനപ്പെടുവാൻ വിടത്തില്ല. നിന്നെ ഞാൻ അഭിഷേക ആരാധനയുടെ അഭിഷേകമില്ലാത്ത ആരാധന എവിടെ പഠിപ്പിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ തീ ഇറങ്ങുന്ന സഭയിലോട് നീ മാത്രം നീ പോകരുത്. കാരണം തീ ഇറങ്ങിയാൽ എന്റെ തല തെറിക്കും. അവനറിയാം തീ ഇറങ്ങുന്ന സഭയിൽ ആരാധിച്ചാൽ എനിക്ക് ഇവരെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം തീ എന്നെ കരുത്തി കളയുമെന്ന് പിതാവിന് അറിയാം. പിതാവിന് അറിയാം അല്ലേ? അറിയാം, അതറിയാം പിതാവിന്, അറിയാം പിതാവിന്. അവരുടെ തല തെറിക്കുമെന്നറിയാം. നിന്റെ വായിന്ന് തീ പുറപ്പെടുമ്പോൾ നിന്റെ ശത്രുവിന്റെ തല തെറിക്കുക ഇവിടെ വെച്ച്. ഈ ആഴ്ചകളിൽ നിന്റെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ് പോകുന്നത്. ഈ ആഴ്ചയിൽ നിങ്ങളുടെ വീടുകളിൽ നിലയ്ക്കാത്ത ഒരു സന്തോഷം ഇറങ്ങി വരാൻ പോവുകയാണ്. അത് ഏറ്റെടുക്കുന്നത് വരട്ടെ. ഈ ആഴ്ചയിൽ നീ അറിയാത്ത നന്മകൾ നിന്നെ തേടി വരാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ. ജനങ്ങൾ പാടി, എല്ലാ നാമത്തിലും മേലായ നാമം എല്ലാ നാമത്തിലും മേലായ നാമം, ആ മഹത്വമേറിയ നാമം എനിക്ക് മുൻപ് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആ
ആരോ പറയും ഞാൻ പരാജയപ്പെടുകയില്ല, പതറുകയില്ല ഞാൻ. നിന്നെ വീണ്ടെടുത്ത പൊന്നു വെള്ളിയും കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ടാണ് വീണ്ടെടുത്തത്. വീണ്ടെടുത്തവൻ വലിയവനാ, അവന്റെ പ്രവൃത്തി വലുതാണ്. നദി നീതിമാന്റെ അനുഗ്രഹത്തിന് മേൽ ദുഷ്ടന്റെ ചെമ്പൽ ഇരിക്കുകയില്ല. ഈ വാദ്യം എത്ര ഏറ്റെടുക്കും? ആര് പറയുന്നു? നിന്നതല്ല അല്ലേ, നേടിയതെല്ലാം നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. മക്കള വൈഡല വൈഡല വൈഡ വീവല വൈഡല വൈഡല വൈഡ വൈഡ വൈഡല വൈഡ വൈഡല വൈഡ ദാസര വീതല വൈഡല വൈഡ കൗഡല ബൗഡല ജീവല വൈഡ Thank you. യേശുക്രിസ്തുവിൻ എന്തെന്നും ആരാധനേ. യേശുക്രിസ്തുവിൻ മാനസ്നേഹം എന്തെന്നും കുറയാതെ. യേശുവപ്പ 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 യേശുവപ്പ
രാത്രി മക്കളെ നോക്ക് നിലവിളിക്കുന്നതിലെ മാനസികമാക്കുന്ന കണ്ണീര് തന്റെ മക്കളെ തന്നോട് കൂടെ ചേർക്കാൻ പോകുന്നു. അത് ഏലിയാവിന്റെ ദൈവത്തിന്റെ പ്രിയഭിഷേകം. ഓ, എങ്ങനെ ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ഏലിസാവിന്റെ കയ്യിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടോ, അതുപോലെ ഏലിസാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ കയ്യിലേക്ക് അത് കൈമാറുക അഭിഷേകം കൈമാറുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലതകളെ ചവിട്ടുവാൻ ഒരു പുതിയ അഭിഷേകം അധികാരവും കൈകളിൽ കൈമാറുക. ദൈവം വരുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ് ഈ വക അടയാളം. ശക്തി നിന്റെ മക്കളെ കാത് തിന്നുകൊണ്ടിരിക്കുന്ന അണലികളെ വെട്ടിയറിയുന്ന ഈ അഭിഷേകം. നിന്റെ വീട് തകർത്തതിന്റെ പോരികളെ പരിശുദ്ധമോ അന്യം മുറുക്കിയപ്പോൾ അത് ജയമെടുക്കുന്നവർക്ക് സ്വന്തമാകട്ടെ. എന്റെ ഉള്ളിൽ ഇറങ്ങി വന്ന എന്റെ ദുഃഖമെല്ലാം മാറുമേ. എന്നെ പേര് ചൊല്ലി വിളിച്ച യേശുവേ, നിന്നെ കൈവിടുകയില്ല എന്നവനെ. നീ തുറന്നാൽ ആരടയ്ക്കും, നീ അടച്ചാൽ ആർ തുറക്കും. യേശുവേ ഇറങ്ങി വാ, യേശുവേ ഇറങ്ങി വാ. യേശുവേ പരിശുദ്ധാത്മ പറയുന്നു, കോതമംഗലം പട്ടണത്തിൽ അവന്റെ ആണിപ്പാടുള്ള കാലുകൾ അവിടെ ഉറയ്ക്കുന്നു. ഒരുതന്നെ കൊണ്ട് പിടിച്ചറിയാൻ പറ്റാത്ത അവന്റെ കാലുകൾ ഉറയ്ക്കുന്നു. ഇന്നത് ഓർപ്പിക്കുക. ആ ശക്തി അവരെ മക്കളെ ഇറങ്ങുക. നിന്റെ തലമുറ ഞാൻ എടുക്ക തന്നെ ചെയ്യും. എന്റെ കയ്യിൽ യവൻ പിടിച്ചെടുക്കും. നിനക്കോടൊക്കെ ഞാൻ സ്വന്തമാക്കും. എന്റെ കയ്യിൽ യവൻ പിടിച്ചെടുക്കും. ആരോ ജയമെടുക്കുന്നു. അവരുടെ വീടുകളിൽ ഈ അധികാരത്തിന്റെ വാർത്തയെ ഞാൻ കൈമാറുകയാണ്. ഞാൻ യവൻ അടയ്ക്കും. ആരായെടുക്കുന്നു അധികാരത്തിന്റെ വാർത്തകൾ. ചില രോഗത്തെ പാലിച്ചു മാറ്റിക്കൊണ്ട്, ചില രോഗമെന്നത്തെ പാലിച്ചു മാറ്റിക്കൊണ്ട്, ചില ബ്ലോക്കുകളെ തുടച്ചു മാറ്റിക്കൊണ്ട് ചില വീട്ടിൽ യേശു ചവിട്ടിയാണ്. ചില വീട്ടിൽ ആകാശത്തിലെ കടലുകളെ തുറന്ന് അവന്റെ കാൽപ്പാടുകൾ അവന്റെ മക്കളുടെ വീടുകളിൽ കാൽ പതുക്കിയവൻ. ദാരിദ്ര്യമാകുന്ന പോരുകളെ പറിച്ചറിയ
അവന്റെ കടച്ചിലവകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചില കുഞ്ഞുങ്ങൾ അവൻ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഒരു ആവശ്യമുണ്ട്, എന്റെ മക്കളെ എനിക്ക് ആവശ്യമുണ്ട്. യെസ്, പത്രോസിനെ പാറ്റുവാൻ വേണ്ടി പിശാച് ദൈവത്തോട് അനുവാദം ചോദിച്ചപ്പോൾ ദൈവം അവന് അനുവാദം കൊടുത്തില്ല. അതുപോലെ നിന്നെ പാറ്റുവാൻ വേണ്ടി പിശാച് ഇറങ്ങി തിരിച്ചാലും ഇന്ന് പകൽ കർത്താവ് നോ പറയുന്നത്, എന്റെ മക്കളെ ഞാൻ ആർക്ക് വിട്ടുകൊടുക്കത്തില്ല. ജയമെടുക്കുന്ന വീടുകളെ സംഭവിക്കട്ടെ. എന്റെ യേശു വാക്ക് മാറാത്തോ, എന്റെ യേശു വാക്ക് മാറാത്തോ. ആരോ ഏറ്റെടുക്കുന്നു, എന്റെ യേശു വാക്ക് മാറാത്തോ, എന്റെ യേശു വാക്ക് മാറാത്തോ. ഈ മൺമാറും പിന്മാറും മറ്റെല്ലാം വാക്ക് മാറും, എന്റെ യേശു വാക്ക് മാറാത്തോ. ഒരു മല ഒരുങ്ങി കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദം വയ്ക്കുവാൻ. ഒരു മല ഒരുങ്ങി കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദം വയ്ക്കുവാൻ. കണ്ണുനീര് തോരും നാളടുത്ത് സ്തോത്രം, എന്റെ യേശു വാക്ക് മാറാത്തോ. കണ്ണുനീര് തോരും നാളടുത്ത് സ്തോത്രം, എന്റെ യേശു വാക്ക് മാറാത്തോ. Thank you, Jesus. എപ്പോൾ യേശുവിൽ പറയണം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. കൈകളെ നീട്ടിക്കൊണ്ട് അവന്റെ രക്തം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു, അവന്റെ ശക്തി നിന്നെ മൂടിക്കൊണ്ടിരിക്കുന്നു. കണ്ണുനീർ തൂവുമ്പോൾ മനസ്സറിയുന്ന ദൈവം, കരച്ചെന്ന് ശബ്ദം കേൾക്കുന്ന ദൈവം, നിലവിളിക്ക് മറുപടി കൊടുത്ത ദൈവം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. ഞാൻ നിന്നോടാ പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. അടക്കി കിടക്കുന്ന വഴികൾ, തുരുമ്പെടുത്ത ഗേറ്റുകൾ ഇന്നവൻ ഉടച്ചു തുറക്കുകയാണ്. നിന്റെ സാമ്പത്തിക മേഖലയിൽ വരട്ടെ വരട്ടെ, തുറക്കട്ടെ 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 തുറക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ തുറക്കട്ടെ, ഏറ്റവും തുറക്കട്ടെ. എന്റെ ജനങ്ങൾ ദാരിദ്ര്യം ജീവിക്കട്ട, സമൃദ്ധിയിലേക്ക് വരട്ടെ. പല സുഖവും യേശു ആരാധിക്കുവാൻ Even
കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ആരോ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശക്തിയെ പുതുക്കുന്ന ദൈവം ശക്തിയെ പുതുക്കട്ടെ. ഈ അഭിഷേകത്തിന്റെ ശക്തി അവന്റെ ശക്തി Thank you. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. എങ്ങനെ? രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുവേ. ആരുകളി കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുവേ. ജയം ജയം ഹല്ലേലൂയ. യേശു ആരാധിക്കുക മാത്രം. നാമത്തിനും ജയം ജയം എപ്പോഴും. യേശുനാമം നാമത്തിനും ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കായങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുവേ. കായങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുവേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാമം നാമത്തിനും ജയം ജയം എപ്പോഴും. യേശുനാമം നാമത്തിനും ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ. മേരി എന്നാ സംഭവിച്ചു പറഞ്ഞാട്ടെ. ശക്തി ഇറങ്ങി. യേശുവിന്റെ ശക്തിയാൽ നിറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചു? ആദ്യം സ്വർഗത്തിൽ പോയ എങ്ങനെയാ? അപ്പായുടെ നിറവിൽ നിന്നുകൊണ്ട് എങ്ങനെ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ ശുഭവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടി. ഏറെ നാളായി കാണാൻ ആശയാ. തരും ഓരോ ബഹുമാനങ്ങൾ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടുന്നു. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടുന്നു. Thank you, Jesus. ശക്തി സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി.
ശരിക്കും ഒരു ശക്തി വന്ന് നിറഞ്ഞതുപോലെ. പിന്നെ ഞായറാഴ്ച ഒരു പരിപാടി വേണ്ട അപ്പനെ അല്ലാതെ. കേട്ടല്ലോ? സുഖമുണ്ടല്ലോ ഇപ്പൊ? ഇത് കളയരുത്. ഞാനിപ്പോ കണ്ടത് കർത്താവിന്റെ 2 ദൂതന്മാരുടെ 2 സൈഡ് നിൽക്കുന്നത് ഞാൻ കണ്ടത്. അവരുടെ കയ്യിൽ ഊരി പിടിച്ച വാളൊന്നും ഉണ്ടായിരുന്നു. അവര് പേരോട് എന്ത് പറഞ്ഞറിയാമോ? നീ ഇവിടെ ധൈര്യപ്പെടുത്തണം എന്നാ പറഞ്ഞത്. ഇവർക്ക് മനസ്സിൽ സമാധാനമില്ല. ചില മാനസിക ശബ്ദങ്ങൾ ഇവിടെ പറയുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ ആരെ അംഗീകരിക്കും? എന്നെ മാത്രം അംഗീകരിച്ചാൽ മതി. അവിടെ അപ്പനും അമ്മയും ഞാൻ തന്നെയാണ് പറയാൻ പോകുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ അതാ പറയുന്നതിനോട്. നിനക്ക് എന്താ അനുഭവപ്പെടുന്നു പറയാമോ? നീ എവിടെയോ എന്തോ ഇരിക്കുന്നു പറഞ്ഞില്ലേ? ഇപ്പൊ അവിടെ നോക്ക്, അവിടെ ഇപ്പൊ ആരാ നിൽക്കുന്നു നോക്കി. അവൻ ഉയർത്തെഴുന്നേറ്റ സമയത്തിൽ പാറകൾ പൊട്ടിത്തെറിച്ചു, അല്ലേ? ഭൂകമ്പം ഉണ്ടായി. ഉറങ്ങിക്കിടന്നിരുന്ന പടയാളികൾ തെറിച്ചു വീഴുന്നു. അവര് വടക്കോട്ടാണ്, അവരുടെ കയ്യിൽ നിന്ന് കുന്ത തെക്കോട്ട. അവരെ തൊപ്പി ഷൂ ഒക്കെ പടിഞ്ഞാറോട്ടാണെങ്കിൽ മനസ്സിലായില്ലേ? അവന്റെ പെട്ടകവും അവരെ ബാഗൊക്കെ ഉണ്ടല്ലോ, അത് നേരെ കിഴക്കോട്ടാണ്. 4 വാക്യം പോയപ്പോ ഇവരൊക്കെ പേടിച്ച് വിറച്ച്. എന്താ പേടിച്ച്? ആരാ? നിന്റെ ദൈവം യഹൂദ ഗോത്ര സിംഹമായ എണ്ണിച്ചുള്ള സംഭവമാണ്. ആരെയുണ്ടോ? ഇനി അവിടെ ആരും വരത്തില്ല. ഇനി അവിടെ യേശു വരുന്നു. വലിയ പാറക്കല്ലുകൾ നിനക്കെതിരെ നിൽക്കും, സത്യമാണ്. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന്. നീ ഉരുട്ടണ്ട, ഉരുട്ടവന്റെ കൂടെ ഉണ്ടല്ലോ, അവന് പുറകെ പിടിയണേ. My dear righteous Father, one day you told me, you know, ഞാൻ നിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നു. നീ എത്ര പ്രയാസപ്പെടുക, നീ എത്ര ഭാരപ്പെടുക, നീ എത്ര കരയുന്നു, നീ എത്ര ദുഃഖിക്കുന്നു. നിന്റെ പ്രയാസ നേരങ്ങളിൽ ഞാൻ അതിനെ വിടുവിച്ചത്. നിന്റെ നെരുക്കത്തിൽ ഞാൻ അതിന്റെ കയ്യിൽ പിടിച്ചിരുന്നത്. പലപ്പോഴും എന്റെ കയ്യിൽ ഊരി പോകുമ്പോട്ടിയ സ്ഥിതി വന്നിട്ടും നീ എന്നെ പിടിച്ചതല്ല, ഞാൻ അതിന്റെ കയ്യെ പിടിച്ചിരുന്നത്. ഞാൻ അതിന്റെ കയ്യെ പിടിച്ചത് കൊണ്ടാണ് നീ ശക്തി പ്രാപിച്ചത്. അതുകൊണ്ടാണ് ഈ പൈസ നിൽക്കുന്നത്. ഈ പിടിയുടെ ഇനിയും കിടന്നില്ല. അപ്പായെ ശ്രദ്ധിച്ചുകൊണ്ട്, അപ്പായെ ശ്രദ്ധിച്ചുകൊണ്ട്, അവർ മാത്രമേ അപ്പായെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ വഴി തുറക്കുന്നറിയാം, ബാധ തുറക്കുന്നറിയാം. സമർപ്പിക്കും, സമർപ്പിക്കും, എല്ലാവരും ഏൽപ്പിക്കുന്നു. സങ്കീർത്തനം 121. എല്ലാവരും എടുത്തോന്ന് വിശ്വസിക്കുന്നു. എന്റെ ലാസ്റ്റ് വാക്ക് നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ എന്റെ കണ്ണ് പ്രബോധനത്തെ കൊടുക്കുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, ആദ്യമായി കടന്നു വന്നവർ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മേഴ്സി ആൻഡി, ഏവർക്കും വേഗം വരുന്ന യേശു നാമത്തിൽ എല്ലാ സ്നേഹം അറിയിക്കുന്നു.
ഒരാഴ്ചക്കാലം കഴിയുന്നത്തെ ദൈവത്തിന് നല്ലൊരു സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തലക്കാലം ആരാധിക്കാൻ ദൈവം തന്ന അവസരത്തിൽ നല്ലൊരു സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 23 കുഞ്ഞു വായിച്ചത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് അതിൻ്റെ ആദ്യ വാക്യം പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ വാക്യത്തിൽ എല്ലാം ഉണ്ട്. ഇടയനാണ്. ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അത്ര ശക്തിയേറിയ വചനമാണ്. നമ്മുടെ വചനത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. അത് അത്ര ബലപ്പെട്ട ഒരു വചനമാണ്. അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, കൂരിലോട്ട് താഴെക്കൂടി നടന്നാലും ഞാൻ ഒന്നും ഭയപ്പെടുകയില്ല, നീ എന്നോട് ഇരിക്കുന്നുവല്ലോ, നിന്റെ വഴിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര പ്രയാസകരമായ വിഷമത്തിലൂടെ പോയാലും കൂരിൽ താഴ്വയായിരുന്നാലും അവിടെയെല്ലാം ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തും. പക്ഷെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് നമ്മുടെ സമ്പത്തോ നമ്മുടെ അറിവോ നമ്മുടെ ജോലിയോ ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് നമ്മുടെ സമയമാണ്. അതിനകത്ത് ഒന്നാമത്തെയാണ് ആരാധന നമ്മൾ ഒരിക്കലും മുടക്കരുത്. നമ്മൾ ഇന്ന് തന്നെ നമ്മൾ രാവിലെ എണീച്ചു, നമ്മുടെ കാലിന് ബലം തന്നു, കൈകൾക്ക് ശക്തി തന്നു. അത് ദൈവത്തിന്റെ ഒരു കരുണയാണ്, കൃപയാണ്. അതിന് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇവിടെ വന്ന് നമ്മൾ ആരാധിക്കണം. ഒരിക്കലും നമ്മൾ ആരാധന ഉപേക്ഷിക്കരുത്. അത് ദൈവം നമ്മളിൽ പ്രവേശിക്കുന്ന ദൈവത്തെ ആരാധിക്കാനാണ്. അടുത്തത് അതുപോലെ തന്നെ വിശുദ്ധി. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കുന്നില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും സഭയിൽ വന്ന് ആരാധിക്കുന്നു. നമ്മുടെ സഭ വിട്ട് പോയി കഴിയുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ്, നമ്മുടെ വാക്ക്, വിചാരങ്ങൾ, ചിന്ത എല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അത്ര വിശുദ്ധിയുള്ള ദൈവമാണ്. അപ്പം നമ്മളിൽ നിന്ന് അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഒരു കണ്ണ് നിനക്ക് ഇടർച്ചയാണെങ്കിൽ അത് ചൂണ്ടെടുത്ത് കളയാന്, അതുപോലെ നിന്റെ കൈ നിനക്ക് ഇടർച്ചയാണെങ്കിൽ അത് വെട്ടിക്കളയാന്. കാരണം അത്രയ്ക്ക് എന്നാലും നമ്മൾ ആ നിത്യജീവനിൽ പ്രവേശിക്കത്തുള്ളൂ. അത്രയ്ക്ക് വിശുദ്ധി നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് പ്രാർത്ഥനാപരമായ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാനാണ്, ടൈം സ്പെൻഡ് ചെയ്യാന്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമുക്കതില്ല. എന്നെ തന്നെ ഞാൻ പറയുവാണ്, നമ്മൾ എപ്പോഴും മിസ്സായി പോകുന്നത് ആ ഒരു കാര്യത്തിലാണ്. കാരണം നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നത് നമുക്കറിയാം. ചില തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്ന്, മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിന് ഒന്നാമത്തെ കാരണം ദൈവത്തിന്റെ ഒരു ശബ്ദം നമ്മൾ കേൾക്കുവാണെങ്കിൽ നമ്മൾ വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ദൈവത്തോട് ആലോചന ചോദിച്ച് നമുക്ക് ജീവിക്കാം. അത് നമുക്ക് കിട്ടണമെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ താണിരിക്കണം. നമ്മൾ താണിരുന്ന ദൈവം നമ്മളെ ഉയർത്തും. അതുപോലെ ഉള്ളൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്രഹാമിനെ നോക്കിയാൽ മതി. വിശ്വാസിയുടെ പിതാവെന്നാ പറയുന്നത്. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. മകനെ യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ഭയങ്കര വിശ്വാസമാണ്. ദൈവം കരുതിക്കോളും യാഗത്തിനുള്ള മൃഗത്തെ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും നമ്മൾ ഇല്ലാതെ പോകുന്നത് ആ ഒരു വിശ്വാസമാണ്. അപ്പോൾ എന്നാലും ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കത്തുള്ളൂ. കണ്ണടച്ച് ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ വചനം സത്യമാണ്. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനമാണ് ഇതിലുള്ളത്. അത് നമുക്ക് വിശ്വസിക്കാം. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ഭാരത്തോടെ പ്രയാസത്തോടെ വരുന്നത്. നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നടക്കത്തില്ലെന്ന്. പക്ഷേ ദൈവവചനം പറയുന്നത് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്നാണ്. ദൈവത്തിന് എല്ലാ കാര്യം സാധ്യമാക്കാൻ കഴിവുള്ള കർത്താവാണ്. ഒരു കാര്യം ദൈവത്തിന് അസാധ്യമല്ല. സ്ഥലത്തെ സാധ്യമാക്കുന്ന സർവ്വശക്തനാണ് നമ്മുടെ കൂടെയുള്ളത്. പക്ഷെ നമ്മുടെ പ്രവൃത്തി, ചിന്ത അതെല്ലാം ദൈവം നോക്കും. നമ്മളെ ദൈവം പറയുന്ന വചനത്തിൽ പറയുന്നു, മിണ്ടാതിരുന്ന് ദൈവത്തിനെ പ്രത്യാശിക്കുക. നമ്മള് പ്രാർത്ഥിച്ചു, ആരാധിച്ചു, നമ്മുടെ വായിൽ ഒരു ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. ഇന്നിപ്പം നമ്മൾ ചിന്തിച്ചു നോക്കണം. ദൈവം ഇന്ന് ഇറങ്ങി വരുവാണെങ്കിൽ നമ്മൾ ആരൊക്കെ ദൈവത്തിന്റെ വരയിൽ ഒരുക്കപ്പെടും. കാരണം നമുക്കൊരു കുറ്റബോധം ഉണ്ടാകണം. കാരണം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് പാവങ്ങൾ പറയുവാണെങ്കിൽ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. അതോർത്ത് നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ദൈവത്തോടുള്ള ആരാധന. നമുക്ക് ഈ ലോകത്ത് വേണ്ടത് വലിയ സമ്പത്തോ അറിവൊന്നും അല്ല, പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു ബലം, അതുപോലെ ആത്മാവിൽ നമ്മൾ ആരാധിക്കണം. ആത്മാവിന്റെ ചിന്ത എന്ന് പറയുന്നത് ജീവനാണ്, അത് സമാധാനമാണ്. എന്നാൽ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് അത് മരണമാണ്, അത് സമാധാനം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ആത്മാവിൽ ആരാധിക്കണം. നമ്മളെല്ലാം ആത്മാവിൽ കാണുവാണെങ്കിൽ നമുക്ക്
ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഒരാൾ വഴക്ക് പറഞ്ഞാലോ നമ്മളെ ഒരാൾ ശത്രുവായിട്ട് കാണുവാണെങ്കിലോ നമ്മളുടെ ആത്മാവിൽ നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് അവരോട് ദേഷ്യപ്പെടാനോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. ദൈവം നമ്മളെ പ്രതി നമ്മൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി. ദൈവം ശക്തനായ ദൈവമാണ്, നമുക്ക് വഴിയൊരുക്കും. ഒരു കാര്യം അസാധ്യമല്ല. പലപ്പോഴും നമ്മൾ എങ്ങനെ നമ്മുടെ ആരാധനയിൽ ഇരിക്കുന്നു, വിശുദ്ധിയോടെ ഇരിക്കുന്നു, അതുപോലായിരിക്കണം നമ്മുടെ പ്രവൃത്തിയും. ദൈവം അതെല്ലാം നോക്കുന്ന ദൈവമാണ്. ഇത്രത്തോളം ഞാൻ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുക. അതുപോലെ ഇതിന് അവസരം തന്ന ജസ്റ്റ് ക്ലാസ് നമ്മളോട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്ററും കുടുംബവും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എനിക്ക് തലവേദന, ഞാൻ ഭാരപ്പെട്ടു. ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, അവിടെ ദൈവം മറുപടി തന്നു. നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ സിസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ദൈവം നമുക്ക് തന്നത്. അതിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുപോലെ കുടുംബം എത്രത്തോളം ദൈവം നടത്തുന്നു. ദൈവം പാസ്റ്ററിനെ കുടുംബത്തെ ഇനി അനുഗ്രഹിക്കട്ടെ. സഭ ഇനിയും ഉയർന്നു വരട്ടെ. എല്ലാം ദൈവം നടത്തട്ടെ. എല്ലാ ദൈവങ്ങളിലും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നോക്കി നല്ലൊരു ഇതാണ്. യഹോവയെ കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഉറപ്പ് തന്നെ, ഉറപ്പ് വരുന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് ശരീരം മുഴുക്കെ ഭയങ്കര വെട്ടിമുറിച്ചപ്പോഴുള്ള വേദനയും ഭയങ്കര തളർച്ചയും കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആരായിരുന്നു ഞാൻ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് സൗഖ്യമാക്കാം. കാര്യം നമുക്ക് ഈ ആൻറ്റി ഇപ്പൊ യേശു എങ്ങനെ സൗഖ്യം പറഞ്ഞു നോക്കിക്കോ. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം. ഒരു വെള്ള പ്രാവ് പറന്നിറങ്ങും ആന്റെ തലയിൽ. രണ്ടാമത് ആ പ്രാവിന്റെ ചിറകുന്ന് ഒഴുകുന്ന ശക്തി ആന്റെ ശരീരം മുഴുവൻ നിറയ്ക്കും. ആന്റെ നിലത്തിൽ വീഴും. അതോടെ പരിപൂർണമായി വിട്ടുപോകും. 3 അടയാളമാണ്. 1, വെള്ളപ്രാവ് നാല് തലയിൽ ഇറങ്ങും. 2, ആ പ്രാവിന്റെ ചിറക് നിന്ന് അഗ്നി ആന്റെ ശരീരം മുഴുക്ക വ്യാപരിക്കും. അപ്പോൾ ആന്റെ നിലത്തിൽ വീഴും. അപ്പോൾ ആ വേദനയും അസ്വസ്ഥയും വിട്ടുപോകും. ഞാൻ ഒന്നും ചെയ്തില്ല. നിങ്ങൾ നോക്കി, ഈ ഡാഡി എന്നോട് പറഞ്ഞതാണ്. അവൻ എന്ത് പറഞ്ഞോ അത് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ നിന്റെ മുൻപിൽ ആന്റി സമർപ്പിക്കുന്നു. ആ ബാഗൊന്ന് ആരെടുത്ത് മാറ്റിനാണ് താഴെ കണ്ണിനാട്ടില്ല. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ സത്യപുറത്ത് ഉറപ്പാണ്. അവന്റെ മേൽ വ്യാപരിക്കുന്ന തീ അഭിഷേകം. ഇത് ഏലിയാവിന്റെ പുറത്തിന് പുറപ്പെട്ടത്. അവനും അത് ശരിക്ക് അനുഭവിച്ചു. പിന്നെ തലമുറയായി അങ്ങനെ കൈമാറ്റപ്പെടുന്നു. ആ ശക്തി ഇന്നും അവന്റെ ശക്തി ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ ഇനി കാണത്തേയില്ല. വന്നു അഗ്നി ഊരിയിറങ്ങുന്നപ്പോൾ ഇതാ ആന്റി വീഴുന്നു. ഇതാരാൽ സംഭവിച്ചു? യഹോവയാൽ സംഭവിച്ചു. ഈ 3 കാര്യം സംഭവിച്ചു കഴിഞ്ഞു. അവൻ എന്റെ കാലുകളെ പേടമാൻ കാലുകളെ പോലെ, എന്റെ കൈകളെ അവനെ നീട്ടിയ ഭുജം പോലാക്കി തീർക്കുന്നു. എന്റെ കണ്ണുകളെ കഴുകൻ ഒത്തുവണ്ണം പ്രകാശിപ്പിക്കുന്നു. കണ്ണകത്ത് തിമിരം അന്ധത പിടിപ്പിച്ചവർക്ക് ഒരു മാറ്റം ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ണുകളെ തെളിയിക്കുന്നവൻ
എന്റെ ബുദ്ധിക്കവൻ വിശാലത വരുത്തുക. നമുക്ക് ചോദിക്കാം, സമയം ഒത്തിരി പോയി. അതിന് എണ്ണിക്കാൻ പറ്റുമോ? ശരിക്കും ഒരു വലിയ ശക്തി വന്ന് എന്നെ മൂടി പിന്നെ ഒരു മഞ്ഞ് ഫുള്ളായിട്ടൊരു മഞ്ഞും അതിന്റെ പുറത്തായിട്ട് തീ പോലെ നല്ല പ്രകാശവും വന്നു കണ്ടായിരുന്നു. ഇപ്പൊ ആ വേദന ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഇല്ല. രാവിലെ എണീക്കാൻ പറ്റാതെ ഞാനും പുറത്ത് ശരിക്കും ഇടിച്ചടിച്ചായിരുന്നു. ആര് അങ്ങൾ പുറത്ത് ഇടിച്ചടിച്ചാ എണ്ണിപ്പിച്ചത്? ഇടിക്കാതെ ഉറഞ്ഞിരിക്കുന്ന പോലെ ആയിരുന്നു. ഭയങ്കര വേദനയും ഉറഞ്ഞ ശരീരം മൊത്തം ഉറഞ്ഞ. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ജമ്പ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചെയ്താട്ടെ? ഒരു കുഴപ്പമില്ല. നമ്മൾ ആരും തൊട്ടിട്ടില്ലേ? ആരും തൊട്ടായിരുന്നോ? നമ്മളെ തൊടുവാനുള്ളവരാ. സന്തോഷമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കർത്താവിന്റെ വേദനയ്ക്ക് വേണ്ടി കൊടുത്ത സമയം ഏറ്റവും നല്ലത്. Amen.
തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാം. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാം. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാം. താങ്ക് യു ജീസസ്. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യൂത്ത് മീറ്റ് വളരെ അനുഗ്രഹം നടത്താൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആദ്യമായിട്ട് കടന്നു വന്ന് ചെരണിക്കലിൽ നിന്ന് കൊടുമൺ വന്ന പ്രിയപ്പെട്ട ആന്റി സഹോദരി കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട്ടിൽ ഭയങ്കര മാറ്റം യേശു വരുത്തിയതിനായി സ്തോത്രം. അപ്പോൾ തന്നെ മേഴ്സി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി ആന്റി നമ്മുടെ അടുത്തുനിന്നാണ്, വിളവിനാൽ ഫാമിലി ആന്റിയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആന്റിയെയും അങ്കിളെയും തൻ്റെ മക്കളെയും, പ്രത്യേകിച്ച് മകൻ്റെ വിഷയം, മകളുടെ വിഷയത്തിന് കർത്താവും മറുപടി കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സഭയിൽ ഓരോരോ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, എല്ലാവരും ബലപ്പെടുത്തട്ടെ. കർത്താവ് മൂവാറ്റുപുഴയിൽ നിന്ന് പ്രിയപ്പെട്ട പൗലിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ അങ്കിളിന് വേണ്ടി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആന്റി വരുന്നപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷേ കർത്താവ് ആന്റി കൊണ്ടുവന്നു. ഇതുപോലെ സ്ഥിരമായി വരട്ടെ. നമ്മുടെ സഭയിലെ കുടുംബങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ജോവാസിന്റെ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബമായി പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഓരോരോ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരവർക്കായി പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ജനങ്ങൾ കെട്ടഴിഞ്ഞ് വിടുവിക്കപ്പെട്ടവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാ വീടുകളിലും സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും മാറ്റവും അത്ഭുതം ഉണ്ടാകട്ടെ. സ്നേഹയുടെ യാത്രയിൽ തുണയായിരിക്കണമേ, കുഞ്ഞിൻ്റെ തുണയായിരിക്കണമേ. ഇവിടുന്ന് സുഖമായിട്ട് കാറിൽ എയർപോർട്ടിൽ പോകുവാനും അവിടുത്തെ എമിഗ്രേഷൻ ലഗേജ് എല്ലാം കറക്റ്റ് ആകുവാനും ബോഡി പാസ് വാങ്ങി കഥ വെയിറ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃപയും സമാധാനം കൊടുക്കണം. ഫ്ലൈറ്റിൽ കയറി സുഖമായി പോയി ഇറങ്ങി കർത്താവെ ഇടയ്ക്കുള്ള ലേണ്ടി സമയത്തിലും നിന്നെ സ്തുതിക്കുവാനും പോയി അവിടെ എത്തുവാൻ തൻ്റെ ഹസ്ബൻഡിനെ കാണുവാനും സന്തോഷമായി അവർ ജീവിക്കുവാനും ഈ യാത്ര നിന്റെ മകളുടെ ഒരു അനുഗ്രഹത്തിന് യാത്രയായി തീരട്ടെ. ഒരു പ്രൊമോഷൻ പ്ലസ് ഇൻക്രിമെന്റ് ഉണ്ടാകട്ടെ. ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ ഒരു അടിസ്ഥാനം വർഷമായി തീരട്ടെ. കർത്താവെ സഭയ്ക്കുള്ള കാര്യങ്ങൾ നീങ്ങുവാനും ശക്തിയോടെ നീങ്ങുവാനും കുടുംബമായി ഒരു അനുഗ്രഹത്തോടെ ജീവിക്കുവാനും നാം എല്ലാം പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങൾ ശക്തിയോടെ പിടിക്കുന്നത് പ്രാർത്ഥിച്ചാൽ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവേ, 2-ാം മാസത്തിന്റെ 16-ാം ദിവസം ഞങ്ങളെ ഫലമല്ലാതെ ഞങ്ങളെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകുന്നു. അങ്ങയുടെ പാദപീഠം കർത്താവെ അല്പസമയം സ്തുതിപ്പാനും പാടുവാനും വാഴ്ത്തുവാനും കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുവാനും കർത്താവെ നല്ലൊരു സങ്കീർത്തനം കേൾക്കുവാനും തന്ന സമയത്തിനായി സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും വേറെ വരുവാൻ കാരണമാണ് ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ. രോഗത്താലും ദുഃഖത്താലും വലനുടെ പൈശാചികത്താൽ വലനുടെ കടഭാരത്താൽ വലനുടെ കിടപ്പാടമില്ല വലനുണ്ടല്ലോ കർത്താവേ. കുഞ്ഞുങ്ങളെ വിവാഹപ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കർത്താവെ, കുഞ്ഞുങ്ങളില്ല വലയുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങളെ എല്ലാം കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ കാര്യങ്ങൾ കർത്താവെ അങ്ങ് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ നല്ലൊരു സങ്കീർത്തനം കർത്താവെ, ഹാവേ ഹോവയുടെ ഇടയിലാതെ എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന ആ സങ്കീർത്തനം കർത്താവെ, കുഞ്ഞുങ്ങൾ കർത്താവെ മുട്ടില്ലാതെ ജീവിപ്പാൻ, ഓരോ കുടുംബത്തിലും മുട്ടില്ലാതെ ജീവിപ്പാൻ കർത്താവെ കൃപ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന് ആ വചനം കർത്താവെ കുഞ്ഞിൽ നിന്ന് കേട്ട കൃപയ്ക്കായി സ്തോത്രം.
ഹല്ലേലൂയ, സഹോദരൻ. ഹല്ലേലൂയ, മകൻ അപ്പനെ നിന്ദിക്കുന്നു, മരുമകൾ മകൾ അമ്മയും മരുമകൾ അമ്മായമ്മയും നിന്ദിക്കുന്നു. മനുഷ്യന് അവരുടെ വീട്ടുകാർ അവരുടെ ശത്രുക്കൾ തന്നെ. ഞാനോ യഹോവയിലേക്ക് നോക്കും, ഞങ്ങളുടെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ദൈവം കേൾക്കും. ഞങ്ങളുടെ ശത്രുക്കളാലും ഞങ്ങളെ കുറിച്ച് സന്തോഷിക്കരുത്. ഞങ്ങൾ വീണ്ടുമെങ്കിലും ഞങ്ങൾ വീണ്ടും എഴുന്നേക്കും. ഞങ്ങളുടെ ഇരുട്ടത്തിനാൽ യഹോവ ഞങ്ങളുടെ വെളിച്ചമായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുക കർത്താവേ. 2024 ഇരുട്ടായിരുന്ന വിഷയങ്ങളെ കർത്താവേ 2025 കർത്താവേ വെളിച്ചമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോ കുടുംബത്തെയും കർത്താവെ വെളിച്ചമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരത്തെ ബലഹീന സ്വസ്ഥയിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ശരീരത്തെ ബലഹീനെല്ലാം പരിപൂർണ്ണ വിടൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്നേഹം മോളെയും കുഞ്ഞിനെയും കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ കരയിൽ കൂടിയും വായിൽ കൂടിയുള്ള യാത്രയിൽ കൂടെ ഇരുന്ന് കർത്താവെ സുഖമായി അവിടെ എത്തിക്കുവാനും കർത്താവയുടെ ജോലിയിൽ പ്രവേശിച്ച് കർത്താവെ ഹല്ലേലൂയ ആ കുടുംബം ചെയ്യുന്ന കർത്താവെ സന്തോഷമായി ജീവിക്കുവാൻ സഹായിക്കണമേ. വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ജോലിയിൽ കൂടെ ഇരിക്കണമേ, യാത്രയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ജോലിയിലെ ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കർത്താവയുടെ പേപ്പർ വർക്കുകളെല്ലാം എത്രയും പൂർത്തീകരിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഷയും കുടുംബത്തെയും കരങ്ങളെ ഏൽപ്പിക്കുന്നത് ബലപ്പെടുത്താൻ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ എക്സാം എടുത്തിരിക്കുന്ന കർത്താവെ പഠിക്കുവാൻ ബുദ്ധി ശക്തി കൊടുക്കണമേ. കർത്താവെ ഓർമ്മശക്തി കൊടുക്കണമേ. കർത്താവെ ഹല്ലേലൂയ പഠിക്കുന്ന വിഷയം കർത്താവെ മനസ്സിലുള്ള ഹല്ലേലൂയ സ്തോത്രം സംഗ്രഹിക്കുവാനും കർത്താവെ ക്ലാസ് മുറിയിൽ കർത്താവ് പരീക്ഷ എഴുതുമ്പോൾ കർത്താവെ അങ്ങ് അവരോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി കർത്താവെ യാത്രയിൽ കൂടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്താൻ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേടിയത് കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ഓരോ കുടുംബത്തെയും വീണ്ടും കരങ്ങൾ ഏൽപ്പിക്കുന്നു. ആവശ്യങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്ന വിഷയങ്ങളെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ പിരിഞ്ഞു പോകാത്തൊരു നാം ഞങ്ങളോട് കൂടെ ഉണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചാസ്രായനായ യേശുവിനാം താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടു തുറന്നേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ തൊട്ടതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തിനായി സ്തോത്രം. സ്നേഹമായി കുഞ്ഞിനെയും സുഖമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും മാനിച്ചതിനായി പൊന്നുജങ്ങളെ തൊട്ട് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരുടെ വഴികൾ തുറന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവെ എല്ലാവരും ധന്യമാക്കിയ നല്ല സങ്കീർത്തനം, നല്ല വചനം, കർത്താവെ നല്ല പാട്ട്, നല്ല യൂത്തിനെ വെച്ച് എല്ലാം തന്നതിനായി സ്തോത്രം. എല്ലാവരും സമർപ്പിക്കുന്നു. യെസ്, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി നിന്റെ മക്കളോട് നിന്റെ മക്കളുടെ എല്ലാ വിഷയത്തോടും അങ്ങനെ പ്രേസൻസ് ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ചെയ്യുന്ന കർത്താവിന് അവൻ യേശുവേ വേഗം വരട്ടെ. സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.